ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴ തോരും മുമ്പേടെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭവിതയാണെങ്കിൽ കൃഷ്ണയെ ഓരോ ചോദ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്തിന് വീണ്ടും അങ്ങോട്ട് പോയി, അവൾക്ക് അപ്പം ഈ കുടുംബത്തോടാണോ അവളോടാണോ കൂറുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതെ, ബബിത ചേച്ചിക്ക് അലീന ചേച്ചിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പാടാത്തത് കൊണ്ടാണ്. ചേച്ചിയുടെ മനസ്സിൽ കുറേ ലക്ഷ്യങ്ങളുണ്ട്, അതിനു വേണ്ടി തന്നെ അങ്ങോട്ട് പോയത്. ഒരു നൊന്ത് വേദനിച്ച് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ പോകുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ല ബബിത ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും, അല്ല അവൾ വീണ്ടും അങ്ങോട്ട് പോകേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? അവൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ നാട്ടുകാർ മുഴുവനും അവളെ അടിച്ച് കെട്ടിത്തൂക്കി ഇടാനായിട്ട് തീരുമാനിച്ചതായിരുന്നല്ലോ. അത് ശരി, ചേച്ചി അങ്ങനെയാണോ പറഞ്ഞത്? പക്ഷെ ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ല കേട്ടോ. ചേച്ചിയുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ചേച്ചി അങ്ങനെയാണോ അറിഞ്ഞതെന്നൊക്കെ ചോദിക്കണേ. എടി, എങ്ങനെ അറിഞ്ഞാലും എന്താ, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചല്ലോ. എന്നിട്ടും നാണം കെട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ അലീന അവൾ എന്തിനാണ് വീണ്ടും അങ്ങോട്ട് പോയത്? അല്ല, അലീന ചേച്ചി അങ്ങോട്ട് പോയെന്ന് വിചാരിച്ച് ബബിത ചേച്ചിക്ക് എന്താണ് കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? ഈ കുടുംബത്തിൽ നടന്ന സംഭവങ്ങളൊന്നും ബബിത ചേച്ചി മറന്നിട്ടില്ലല്ലോ. അതേ, വിവേകം ഉണ്ടാവണം, എന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ മനസ്സിലാവൂ. ചേച്ചിക്കും ഇല്ല, അതേപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും ഇല്ല. അതാണ് സംഭവിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ബബിത പറയാ, നീ എന്താണ് ഉദ്ദേശിച്ചത്? മനസ്സിലായില്ലല്ലേ? മനസ്സിലാവില്ല, അതിന് സാമാന്യ ബുദ്ധി വേണം, എന്നാലേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ പോയി കഴിഞ്ഞപ്പോഴേക്കും ബബിതയ്ക്ക് ഭയങ്കരമായിട്ടും അരിശ്യം വരിക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയാണ്. അപ്പോൾ വൈജയാണെങ്കിൽ ശരി എന്ന് ബബിതയെ ഒന്ന് വിളിച്ചു കളയാം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്നറിയാം എന്നൊക്കെ ചിന്തിച്ച് വൈജ നേരെ ബബിതയെ വിളിക്കുകയാണ്. നീ ഇന്ന് കോളേജിൽ പോയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ പോയില്ലമ്മ, എനിക്ക് പോകണം, കുറച്ച് ലേറ്റ് ആവും പോകാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. അല്ല, എന്തായടി അവിടുത്തെ വിശേഷങ്ങളൊക്കെ? അല്ല, ഞാൻ ചിലതൊക്കെ അറിഞ്ഞായിരുന്നല്ലോ, അലീന കോളനി പോയെന്നോ അവിടെ എന്തൊക്കെയോ സംഭവിച്ചെന്നോ എന്നൊക്കെയാണല്ലോ കേട്ടത്. അപ്പം അമ്മ അത്രേ അറിഞ്ഞുള്ളൂ. അവിടെ പോയാൽ മാത്രമല്ല, അവളെ മണ്ണെണ്ണൊഴിക്കുകയും തീപ്പെട്ടി ഉരച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും അപ്പോഴേക്കും തീപ്പെട്ടി കെട്ടുപോയത്രേ. അതുകൊണ്ട് അവളെ കത്തിക്കാനായിട്ട് പറ്റിയില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയൊക്കെ സംഭവിച്ചോ? അല്ല, ഇക്കാലത്ത് ആരെങ്കിലും തീപ്പെട്ടി ഉപയോഗിക്കുക? അവന് വല്ല ലൈറ്റർ ഉപയോഗിച്ച് അവളെ കത്തിക്കാറുന്നില്ലേ? അതോടെ തീർന്നാനെ ആ മാരണത്തിൻ്റെ അസുഖം. അമ്മയ്ക്ക് വേറൊരു സംഭവം കൂടെ അറിയോ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇന്നും അവൾ കോളനിയിലേക്ക് പോയിരിക്കുക. ഇന്നവൾ കോളനിയിലേക്ക് പോയതോ? അതെ, അവൾക്ക് എന്തൊരു ഭ്രാന്താണോ? അവളെന്തിനാ വീണ്ടും കോളനിയിലേക്ക് പോയത്? ആർക്കറിയാം. അവിടെ ഒരുത്തനുണ്ട്, ഷാജി. ആ ഷാജി എന്ന് പറഞ്ഞവനാണ് അന്ന് അലീനയെ രക്ഷിച്ചത്. ഷാജിയോ? അതാരാ ഷാജി? ഒരു ഓട്ടോക്കാരനൊക്കെയാ. അവളെ നേരത്തെ അറിയാമെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അവളെ നേരത്തെ അറിയാവോ? ഓട്ടോക്കാരനായിട്ടൊക്കെ ആയിരിക്കും കമ്പനി. ഈ സഹപ്രവർത്തനം, നല്ല പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണല്ലോ. അനാഥാലയത്തിലും വയസ്സായവരെയും കുട്ടികളെയൊക്കെ അവർക്കൊക്കെ വേണ്ടി സഹായം ചെയ്ത് നടക്കുന്നവളാണല്ലോ ഇവള്. അങ്ങനെയാണല്ലോ അവളുടെ ടീച്ചർ അവളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ പ്രവർത്തനത്തിലൂടെ നടന്ന് അവളെ ഏതോ ഓരോ ഓട്ടോക്കാരനായിട്ട് ബന്ധം ഉണ്ടാക്കി. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വൈജിയോട് പറയാണ്. എനിക്ക് ആ സംശയമില്ലാതില്ല ബബിതേ. പക്ഷേ അവൾക്ക് ഈ വീടിനോടാണോ അല്ലെങ്കിൽ ആ പെണ്ണിനോടാണോ കൂടുതൽ അടുപ്പം കടമയുള്ളത്? എനിക്കറിയില്ല അവളെക്കുറിച്ച്. അവൾ പല സ്വഭാവങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ അതെല്ലാം തട്ടി നീക്കിയാണ് പോകുന്നത്. പിന്നെ കൃഷ്ണമോളോടും ചോദിച്ച്, കൃഷ്ണമോളോടൊക്കെ വല്ല ചോദിക്കാൻ പറ്റുമോ? അവളൊക്കെ അവളുടെ പക്ഷമല്ലേ എന്നൊക്കെ പറയാം. അല്ല, എന്നിട്ട് നിന്റെ അച്ഛൻ ഒരക്ഷരം മിണ്ടിയില്ലേ? അയാൾ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? എനിക്കറിയില്ല അമ്മേ. അച്ഛനോട് എന്തെങ്കിലും ചോദിക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലേ അച്ഛൻ എന്നെ അടിച്ചു ഓടിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് പോയില്ല. എനിക്കതിന് നേരമില്ല എന്നും പറയാം. ശരി, ഇനി എന്താ സംഭവിക്കുന്നത് നമുക്കറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അങ്ങനെ ഫോൺ വെച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കമല വൈജിയെ കാണാനായിട്ട് പറയാം. അപ്പം നേഴ്സ് വന്ന് പറയുകയാണ്, അതെ മേഡത്തെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയണ, വരാൻ പറയൂ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കമല വരിക. ചേച്ചി കയറി വാ ചേച്ചി എന്ന് പറഞ്ഞ. ചേച്ചിയോ? ആരുടെ ചേച്ചി? നീ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത്? ഞാൻ നിൻ്റെ ആരാടി? നിന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ, എന്നെക്കാലം 10 വയസ്സിന് മൂപ്പുണ്ടല്ലോ ഇടി നിനക്ക്. എന്നിട്ട് അവളെന്നെ ചേച്ചി എന്ന് വിളിക്കുന്നു. കയറി പൊയ്ക്കോളണം അവൾ ചേച്ചി. കൂടുതൽ ചെറുപ്പമാകാൻ അങ്ങനെ നോക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് പാവ നേഴ്സിനെ പറഞ്ഞയക്കാണ്. കേട്ടില്ലേ വൈജെ, നിന്നെയും അവള് ചേച്ചി എന്നാണ് വിളിക്കുന്നത്.
അങ്ങനെയൊക്കെ വിളിക്കുമ്പോഴേ ഞാൻ അവളെ ആൻറ്റീന്ന് വിളിക്കും. അത്രയും നമ്മൾ ചെയ്താൽ മതിയല്ലോ. അതോടെ ഇവറ്റകളുടെയൊക്കെ വായ അടങ്ങും എൻ്റെ കമലേട്ടത്തി. ഞാൻ കമലേട്ടത്തിയെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതേ ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ്. അല്ല, അലീനയെക്കുറിച്ച് കുറേ സംഭവങ്ങളെല്ലാം അറിഞ്ഞല്ലോ. അവൾ കോളനിയിലേക്ക് പോയെന്നും കോളനിയിൽ പല സംഭവങ്ങൾ സംഭവിച്ചു എന്നൊക്കെ. എന്നിട്ട് എന്തായി കമലേട്ടത്തി? വീണ്ടും അവൾ പോയിരിക്കുന്നതെന്നാ ഭവിത വിളിച്ചപ്പോൾ പറഞ്ഞത്. ഓ, അവൾ പോകുമല്ലോ. കാരണം അവളെ അവിടെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് അവളെ കത്തിക്കാനായിട്ട് നോക്കി. അപ്പോൾ ഏതോ ഒരുത്തൻ, ഷാജി എന്ന് പറഞ്ഞ ഒരുത്തൻ അവളെ രക്ഷിച്ചുകൊണ്ട് പോയി. ഓട്ടോക്കാരൻ എന്നൊക്കെയാ പറയുന്നത്. ഇവളെ നേരത്തെ പരിചയമുണ്ട് അത്രേ. ഇവളെ എങ്ങനെയാണ് ആ ഷാജിക്ക് പരിചയം? അപ്പോൾ ഇവളും അവനും തമ്മിൽ എന്തൊക്കെയോ ബന്ധമില്ലേ? അതല്ലേ കരുതേണ്ടത്. അതേ കമലേട്ടത്തി, അവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഷാജി എന്ന് പറഞ്ഞ ഒരുത്തൻ അങ്ങോട്ട് കയറി ചെല്ലുക, എന്നിട്ട് രക്ഷിക്കുക. എന്നിട്ട് വൈജ വേറൊരു കാര്യം കേൾക്കണോ? അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ മാത്രമല്ല, അവിടെ ചെന്ന് മണ്ണെണ്ണയെല്ലാം കഴുകിക്കളഞ്ഞ് അവളുടെ ഒരു ഡ്രസ്സും കൊടുത്ത് ആ ഒരു ചുരിദാറിട്ടിട്ടാണ് അവൾ മറ്റവളെ കാണാനായിട്ട് പോയത്, ആ ശരണ്യയെ. അങ്ങനെ കണ്ട് അവളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കുള്ള ആശ്വാസപ്പെടുത്താൻ പോവാണ്. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ കണ്ണ് കെട്ടാം. ഈ ഷാജിയെ കാണാൻ വേണ്ടി തന്നെയാണ് ആ കോളനിയിലേക്ക് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പേര് വരുമ്പോൾ ശരണ്യയുടെ പേരും പറഞ്ഞുകൊണ്ട് വരുന്നു. ഇതൊക്കെയാണ് മുന്നിൽ കണ്ണിൽ പൊടിയിടുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ വൈജയോട് പറയാം. അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കോ എന്നാൽ അവളുടെയൊക്കെ അഹങ്കാരം ഭയങ്കര ധൈര്യം തന്നെയാട്ടോ. ഭയങ്കര മനക്കെട്ടിയാണ് അവൾക്ക് ഉള്ളത്. വീണ്ടും കോളനിയിലേക്ക് പോയി കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അവൾക്കൊരു അനുഭവം കിട്ടിയതാണല്ലോ. വീണ്ടും അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമുണ്ടാ? അല്ലെങ്കിലും രോഹിത്തിനെയും ഇതിനെയൊക്കെ മറന്നിട്ട് അവൾ എന്തിനാ അങ്ങോട്ട് പോയത്? നമ്മുടെ അടുത്ത് ചോറും കറിയൊക്കെ കഴിച്ച് കിടന്നിട്ട് നമുക്കിട്ട് തന്നെ പാര വെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവള് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കമലേട്ടത്തി അതൊക്കെ ഇരിക്കട്ടെ. കമലേട്ടത്തിക്ക് ചായയോ സ്നാക്സോ എന്തെങ്കിലും വേണോ? അതെല്ലാം ഇവിടെ കിട്ടോ? ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എത്തൂലേ? എങ്കിൽ പിന്നെ പറ വൈജേ, ഒരു ചായയും കടിയൊക്കെ കഴിച്ച് കളഞ്ഞേക്കാം. ഇതിലിവിടം വരെ വന്നതല്ലേ. ഇനി ശിവേട്ടൻ വരുന്നത് വരെ ഞാനിവിടെ പോസ്റ്റാ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കാം എന്നും പറയാ. അങ്ങനെ വൈജ ഓർഡറും ചെയ്യാണ്. പിന്നീട് കാണിക്കാൻ നമ്മുടെ അലീന വീണ്ടും ആ കോളനിയിലേക്ക് എത്തിയിരിക്കുക. അപ്പോൾ ഒരുത്തൻ വന്നിട്ട് അലീനോട് പറയാം, നീ വീണ്ടും വന്നോ? നിനക്കിവിടെ ഒരു അനുഭവം ഉണ്ടായതല്ലേ, പിന്നെ നീ എന്തിനാ വീണ്ടും വന്നത്? ഞാൻ ശരണ്യയെ കാണാൻ വേണ്ടി വന്നാണ് ചേട്ടാ. നീ എന്തിനാ അവളെ കാണുന്നത്? നീ അവരുടെയൊക്കെ ആളല്ലേ. നീ പിന്നെ ഇതിന് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കണം. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ നിങ്ങളെ ദ്രോഹിക്കാനൊന്നും വന്നതല്ല. ഞാൻ അവരുടെ ആളൊന്നും അല്ല. ഞാൻ ശരണ്യയുടെ ആളാണെന്ന് പറയണം. ശരണ്യയുടെ ആളോ? നീ എങ്ങനെ ശരണ്യയുടെ ആളാവുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ശരണ്യ എൻ്റെ അനിയത്തിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന അവിടെ നിന്ന് ഒറ്റ പോക്കാണ്. അപ്പോൾ ശരണ്യ അനിയത്തിയാണെന്ന് പറഞ്ഞപ്പോഴേക്ക് അനിയത്തിയോ? ഏത് അനിയത്തി? ഏത് വകയിൽ അനിയത്തി എന്നാണ് ഈ നാട്ടുകാർ ചിന്തിക്കുന്നത്. അങ്ങനെ അലീന നേരെ കയറി ചെന്നത് ഷാജിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഷാജിയുടെ അമ്മയും പെങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കയറി വാ, അലീന മോൾ വീണ്ടും വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ദേ ഈ ചുരിദാർ അങ്ങോട്ട് പിടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ചുരിദാർ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അയ്യോടാ, ഈ ചുരിദാർ കിട്ടിയില്ലായിരുന്നെങ്കിലേ ഞാൻ തുണി ഉടുക്കില്ലായിരുന്നു. ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയാനായിരുന്നു ചേച്ചി. അപ്പോൾ ചുരിദാറും കൊണ്ട് വന്നല്ലോ എൻ്റെ ചേച്ചിയെ. അപ്പോൾ ചുരിദാർ നോക്കി കഴിഞ്ഞപ്പോഴേക്കേ ഇതെന്താ ഇതിൽ വേറൊന്ന്? അതിലൊരു പുതിയ ചുരിദാറാ. പുതിയ ചുരിദാറോ? ഇതെന്തിനാ പുതിയ ചുരിദാർ? ഇതാർക്ക് വേണ്ടിയാ? ഇത് തയ്പ്പിച്ചിട്ട് ഒരു കോലം ഉണ്ടാക്കിയിട്ട് ആ കോലത്തിലിടാൻ, എന്നിട്ട് അത് കണ്ട് ആസ്വദിക്കാനായിട്ട്. എൻ്റെ പൊട്ടി, അത് നിനക്ക് തന്നെയാണെന്നും പറയാണ് ചേച്ചി. എനിക്കിപ്പോൾ ചുരിദാറിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. അത് എൻ്റെ വക ഒരു സമ്മാനമായിട്ട് ഇരുന്നോട്ടേന്നേ. അതിനിപ്പോൾ എന്താ കുഴപ്പമെന്നൊക്കെ നമ്മുടെ അലീന ചോദിക്കുകയാണ്. അല്ല ഷാജിയേട്ടൻ അവിടെ? അവനൊരു ഓട്ടം പോയിരിക്കുകയാണ്. എങ്കിലേ എനിക്ക് ശരണ്യെ ഒന്ന് കാണണം. മോളെ, നീ എന്തിനാ വീണ്ടും ആ വീട്ടിലേക്ക് പോകുന്നത്? നിനക്ക് വലിയൊരു തിരിച്ചടി തന്നെ കിട്ടും. അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? പോകണം അമ്മേ, അവിടെ പോകണം. അവളോട് സംസാരിക്കണം, അവളെ ആശ്വാസപ്പെടുത്തണം, സമാധാനപ്പെടുത്തണം, ധൈര്യം കൊടുക്കണം അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഞാൻ ഏതായാലും ശരണ്യെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ അലീനയുടെ ആ ധൈര്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോളെ, ആ പെൺകുട്ടിയുടെ ഒരു ധൈര്യമേ, ഇന്നത്തെ കാലത്ത് ഇത്രയും ധൈര്യമുള്ള പെൺകുട്ടികളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീന ശരണ്യയുടെ വീടിൻ്റെ മുന്നിലേക്ക് ചെന്നിരിക്കുക. അപ്പോൾ ശരണ്യയുടെ അമ്മയ്ക്ക് കണ്ടപ്പോഴും ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ അച്ഛനൊക്കെ ടെൻഷനാണ്. അപ്പോൾ ആങ്ങളെങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ നിന്നോട് ആരാടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നീ വീണ്ടും വന്നോ? നിനക്കൊരു അനുഭവം ഉണ്ടായതല്ലേ, എന്നിട്ട് നീ എന്തിനാ വീണ്ടും വന്നത്? എനിക്ക് ശരണ്യെ കാണണം, എനിക്ക് ശരണ്യെ കണ്ട് സംസാരിക്കണം, അവളെ ആശ്വാസപ്പെടുത്തണം, അവളോട് നല്ല വാക്കുകൾ പറയണം.
അവൾക്ക് ധൈര്യം കൊടുക്കണം എനിക്ക്. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വേണ്ട, നീ അങ്ങനെ എൻ്റെ പെങ്ങളെ കാണാൻ നിൽക്കണ്ട. നീയൊക്കെ കാരണം ഇങ്ങനെ സംഭവിച്ചത്. നീയൊക്കെ അവരുടെ ആൾക്കാരാണെന്ന് അറിയാം. ഇല്ല, ഞാൻ ശരണ്യയുടെ ആൾ തന്നെയാ. ശരണ്യയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. എനിക്ക് അവൾക്ക് മനധൈര്യം കൊടുത്തേ മതിയാവുള്ളൂ. എന്നാലേ അവൾ എണീറ്റ് നടക്കുള്ളൂ. അതിനു വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാനിങ്ങോട്ട് വരുന്നത് പോലും എൻ്റെ വീട്ടുകാർക്കൊന്നും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞങ്ങൾക്കും ഇഷ്ടമല്ല നീ ഇവിടെ വരുന്നത്. എനിക്കതറിയാം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന്. പക്ഷെ എനിക്കിവിടെ വന്നല്ലേ മതിയാവുള്ളൂ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചല്ലേ? എന്നിട്ട് നിനക്കെതിരെ ഞാൻ വല്ല പരാതി കൊടുത്തോ? ഇല്ലല്ലോ. നിനക്കെതിരെ ഞാൻ പരാതി കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ നീ ഉണ്ടാവില്ലായിരുന്നു. നീ ജയിലിൽ കിടക്കേണ്ടി വന്നാനായിരുന്നു, ഇല്ലേ? പക്ഷേ എൻ്റെ ലക്ഷ്യങ്ങൾ അതല്ല. എനിക്ക് ശരണ്യയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതുമാത്രം എൻ്റെ ലക്ഷ്യമുള്ളൂ. എന്നെ അവളെ കാണാനായിട്ട് അനുവദിക്കണം എന്നൊക്കെ പറയാം. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനാണെങ്കിൽ ആ കുട്ടിയെ കാണാനായിട്ട് അനുവദിക്കുക. അത് ദ്രോഹിക്കാനൊന്നും വന്നതല്ല. നീ അവളെയും കൂട്ടി പോകുമോളെ എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ ഈ അലീനയും കൂട്ടി നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ അവളൊരു പാവമെന്നാണ് തോന്നുന്നത്. എന്തിനാ അതിനെ വെറുതെ ദ്രോഹിക്കണ്ട. അങ്ങനെ ശരണ്യയുടെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റ് ഇടുകയാണ്. ലൈറ്റിൻ്റെ വെളിച്ചം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശരണ്യ ഭയങ്കരമായിട്ടും കിടന്ന് കാറുകയാണല്ലേ. എന്ത് ചെയ്ത്? അയ്യോ, ലൈറ്റ് ഓഫ് ചെയ്, വെട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് കിടന്ന് കരയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അലീന നേരെ ശരണ്യയുടെ അടുത്തേക്ക് പോയി നിൽക്കുക. ശരണ്യെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്തിനിങ്ങനെ പേടിച്ച് കരയുന്നത്? ഇങ്ങനെ എണീറ്റേ, എനിക്ക് ശരണ്യയുടെ മുഖമൊക്കെ കാണണം. ഞാനേ ശരണ്യയോട് കുറേ സംസാരിക്കാനാണ് വന്നത്. എനിക്ക് ശരണ്യയോട് ഒത്തിരി സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ശരണ്യയെ കണ്ട് ശരണ്യ ആശ്വാസവാക്കുകളൊക്കെ പറയാനാണ് വന്നത്. എണീക്ക്, അങ്ങനെ ഇരുന്നാൽ ശരിയാവോ? അങ്ങനെ ശരണ്യ അവിടെ നിന്ന് പതിയെ എണീക്കുക. ചേച്ചി, എനിക്ക് പേടിയാ ചേച്ചി, ഞാൻ പുറത്തേക്കൊന്നും വരില്ല. ഞാൻ നശിക്കപ്പെട്ടില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ആര് പറഞ്ഞു മോൾ നശിക്കപ്പെട്ടെന്ന്? ഒരിക്കലുമില്ല. മോളല്ല നശിച്ചത്. മോളെ നശിപ്പിക്കാൻ ശ്രമിച്ച അവറ്റകളല്ല നശിച്ചത്, അവന്മാരല്ല നശിച്ചത്. അവർക്കുള്ള ശിക്ഷ ഇപ്പം എന്തായി? ജയിലിൽ തന്നെ കിടക്കുകയല്ലേ. പക്ഷേ എങ്ങനെ ചേച്ചി ഞാൻ നാട്ടുകാരുടെ മുന്നിലൊക്കെ നോക്കുന്നത്? ആരുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം എനിക്കില്ല ചേച്ചി. ആര് പറഞ്ഞു? എല്ലാവരുടെ മുഖത്ത് മോള് നോക്കണം. മോൾക്ക് ഇനി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം. പിന്നെ പഠിക്കാൻ പോകണം, കോളേജിൽ ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിക്കണം, എന്നിട്ട് നല്ലൊരു ജോലി സമ്പാദിക്കണം, ജോലിക്ക് പോകണം, കുടുംബം നോക്കണം, അങ്ങനെ എന്തെന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇങ്ങനെ തളർന്നിരുന്നു കഴിഞ്ഞാലേ മോളവിടെ തോറ്റു പോവില്ലേ? അങ്ങനെ വേണ്ട. എല്ലാവരുടെ മുന്നിൽ ഞെളിഞ്ഞിരുന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. പക്ഷേ ചേച്ചി, എനിക്ക് തെറ്റു പറ്റില്ല ചേച്ചി. ഞാനല്ലേ അവന്മാരുടെ അടുത്തേക്ക് പോയത്. അത് മോളെ സ്വാഭാവികം തന്നെയാണ്. നീ ഒരു പെൺകുട്ടിയല്ലേ. ഒരാണ് വന്ന് മോളോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഒരു പെണ്ണിൻ്റെ മനസ്സ് മാറിപ്പോകും. അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. പക്ഷേ അവർ ചതിയന്മാരാണെന്ന് മോൾക്കറിയില്ലല്ലോ. മോൾ അവരോടൊപ്പം പോയി. പക്ഷേ ചതിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴല്ലേ മോൾ സത്യങ്ങളെല്ലാം അറിയുന്നത്. അവനെ ഒരുപാട് വിശ്വസിച്ചില്ലേ? അതൊന്നും ഇപ്പം കാര്യമാക്കണ്ട. നമ്മൾ എഴുന്നേക്കണം മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയുടെ ഓരോരോ വാക്കുകളും നമ്മുടെ ശരണ്യയുടെ മനസ്സിലിങ്ങനെ കൊണ്ടിങ്ങനെ കയറുകയാണ്. അമ്മക്കിത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ശരണ്യ ശരിക്കൊന്ന് മാറി വരികയാണ് അലീനയുടെ ആ ഓരോ വാക്കുകളും കേട്ട്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.